വള്ളികുന്നം ചൂനാട് ചന്തയിൽ നിർമ്മിക്കുന്ന ഓടയുടെ സ്ലാബ് പുനഃസ്ഥാപിക്കാത്തത് പ്രതിഷേധത്തിന് കാരണമാകുന്നു. ഉയർന്ന ഭാഗത്തെ കോൺക്രീറ്റ് മുറിച്ചു നീക്കി പൊക്കം കുറച്ച ഭാഗത്താണ് സ്ലാബ് പുനഃസ്ഥാപിക്കാനുള്ളത്. ഇവിടെ ഓട ഉയരത്തിൽ നിർമ്മിച്ചതിനാൽ കാൽനട യാത്രക്കാർക്ക് ഉൾപ്പെടെ ചന്തയിലേക്ക് കയറാൻ പ്രയാസമാണ്. വള്ളികുന്നം ചൂനാട് ചന്തയിൽ 7 മാസങ്ങൾക്ക് മുമ്പാണ് ഓട നിർമ്മാണം ആരംഭിച്ചത്. MS അരുൺകുമാർ MLA ഫണ്ട് വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. ഓട നിർമ്മാണം തുടക്കം മുതൽ തന്നെ വിവാദമായിരുന്നു. വ്യാപാരികളും നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഓട ഉയരം കൂട്ടി നിർമ്മിച്ചതിനെ തുടർന്ന് ചൂനാട് ചന്തയിലേക്ക് യാത്രക്കാർക്ക് കയറുവാൻ കഴിയുമായിരുന്നില്ല. വാഹനങ്ങൾക്കും പ്രവേശിക്കാൻ കഴിയില്ലായിരുന്നു. ഈ സാഹചര്യത്തിൽ ഓടയുടെ പൊക്കം കുറച്ച് സ്ലാബ് പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഓടയുടെ പൊക്കം കുറയ്ക്കാനായി കോൺക്രീറ്റ് മുറിച്ചു നീക്കിയെങ്കിലും സ്ലാബുകൾ പുനഃസ്ഥാപിച്ചില്ല. ഇതാണ് ഇപ്പോൾ വിവാദത്തിന് കാരണമായിട്ടുള്ളത്. സ്ലാബെല്ലാം പിടിച്ചിട്ടപ്പോൾ ഓടയിൽ നിന്നും റോഡിൽ നിന്നും 3/4 അടി പൊങ്ങി നിൽക്കുകയാണ്. ഇതുകൊണ്ട് ഈ ഓട കൊണ്ട് യാതൊരു കാരണവശാലും വെള്ളം ഇതിൽ നിന്ന് ഒഴുകി പോകുന്നതല്ല. ഓടയുടെ സ്ലാബ് പുനഃസ്ഥാപിക്കാത്തത് കരാറുകാരുടെ നിരുത്തരവാദപരമായ സമീപനമാണെന്ന് ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്ന് ജനപ്രതിനിധികളും പറഞ്ഞു. കഴിഞ്ഞ ദിവസം സ്ലാബുകളെല്ലാം മാറ്റിയിട്ടു. മാറ്റിയിട്ടിട്ട് ഈ മാർക്കറ്റ് നിവാസികളെയും ഈ പ്രദേശവാസികളെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 ദിവസക്കാലമായി ഈ ഓടയുടെ സ്ലാബ് ഇതുപോലെ കിടക്കുകയാണ്. കാര്യം സമരം ചെയ്ത ആൾക്കാരെയും അതുപോലെ തന്നെ സമരം ചെയ്യുവാൻ വേണ്ടി നേതൃത്വം കൊടുത്തവരെയും MLA ഉൾപ്പെടെയുള്ള ആൾക്കാരെയാണ് ഇത് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ജനപ്രതിനിധികളെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞങ്ങളിത് ഇങ്ങനെ തന്നെ ഇട്ടേക്കൂ എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ ഇത്രയും സ്ലാബുകൾ എടുത്ത് വെളിയിലിട്ടിട്ട് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. വൈകിട്ട് മാർക്കറ്റ് സമയത്ത് 100 കണക്കിന് ആളുകളാണ് ഇവിടെ വരുന്നത്. വാഹനങ്ങൾക്ക് യഥാവിധി കടന്നു പോകുവാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വെല്ലുവിളി പോലെ തന്നെയാണ് ഇപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടാവും. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം.